ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോണ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടെ മഞ്ജുവിൻ്റെ കുടുംബത്തിലൊരു കല്യാണമുണ്ട്. ആദ്യം തന്നെ അവിടെയാണ് പോയത്. മൃദുലിൻ്റെ കസിൻ്റെ ആയിരുന്നു കല്യാണം. കല്യാണത്തിനെത്തിയപ്പോൾ തന്നെ ആകെ മൊത്തം ജഗബോഗിയായിരുന്നു. അതുകൊണ്ട് അവരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതിന് നേരെ പിന്നെ വേറൊരു പരിപാടിക്ക് പോയി. ഇത് അമ്മമ്മേൻ്റെ അനിയത്തീൻ്റെ മോളെ നിശ്ചയമായിരുന്നു. അശ്വതി എന്നാ പേര്. ഇതാണ് അവിടുത്തെ ഓളിനോള്. അശ്വതീൻ്റെ പാപ്പൻ്റെ മോളാണ്. ഈ കാണുന്നതാണ് എൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തി, അതായത് അശ്വതീൻ്റെ അമ്മ. ഇനി ഇത് പങ്കജമ്മമ്മ, ഇത് ഗിരിജമ്മമ്മ. ഇതൊക്കെ എൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തിമാരാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പൊതുവേ ഉള്ളൊരു നാട്ടുനടപ്പാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് സ്വീറ്റ്സ് കൊണ്ടുവരലും ഡ്രസ്സ് കൊണ്ടുവരലും കുറച്ച് കോസ്മെറ്റിക്സൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാണാത്ത കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ക്യാൻറ്റീനെ കൂട്ടില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ക്യാൻറ്റീക്ക് അറിയാൻ ഞങ്ങൾ പോയാൽ വേഗം തിരിച്ചെത്തും. ഇത് പൊതുവേ ഉള്ള ശീലമാണ്. ഞാൻ, അച്ഛൻ, അമ്മ, ഹരിയേട്ടൻ്റെ അമ്മയും കൂടിയാണ് സിനിമയ്ക്ക് പോണത്. ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 2-3 മിനിറ്റ് അത് മതി. ഈ കണ്ട സ്നേഹ ബേക്സ് ഞങ്ങളെ നാട്ടിലെ ഏറ്റവും പേര് കേട്ട ഒരു ബേക്കറിയാണ്. ഞങ്ങളെ വീട്ടിലേക്കുള്ള ടേണിങ്ങിലാണ് ഈ ബേക്കറി ഉള്ളത്. ഈവനിങ് ഒക്കെ നല്ല ചായക്ക് നല്ല സ്നാക്സൊക്കെ കിട്ടണമെങ്കിൽ ഞങ്ങളെപ്പോഴും പോവൽ ഇവിടെയാണ്. ഏതൊരു നാട്ടിലും അവിടുത്തെ നാട്ടുകാർക്ക് എപ്പോഴും പ്രിയപ്പെട്ട 1-2 ഷോപ്പുകളിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്കുണ്ട് അങ്ങനത്തെ ഒരു ഷോപ്പ്, അതാണ് ഈ പ്രിയ. ഞങ്ങളെ വീട്ടിൽ ഒരു പരിപാടി പോലും ഇല്ല എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കാത്ത. ഇന്ന് ഞങ്ങൾ പോകുന്നത് ആലപ്പുഴ ജിംഖാനയ്ക്കാണ്. പണ്ട് ഇവിടെ തങ്കം പറഞ്ഞ തിയേറ്ററായിരുന്നു, ഇപ്പം അത് ചിത്ര സിനിപ്ലക്സ് പറഞ്ഞിട്ട് ഉള്ള പേരിലേക്ക് മാറ്റി. അമ്മയ്ക്ക് അങ്ങനെ പറയുമായിരുന്നു, പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ അച്ഛൻ ഇവിടെ ഉണ്ടാവാറില്ല, അച്ഛൻ മംഗലാപുരത്താണ് ഉണ്ടാവാറ്. അപ്പോൾ അമ്മയും അച്ഛമ്മയും കൂടെ അങ്ങനെ കുറേ സിനിമ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഗ്യാങ്ങായിട്ട് സ്ത്രീകൾ മാത്രം സിനിമയ്ക്കൊക്കെ പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അത്ര അന്ന്. അങ്ങനെ അച്ഛമ്മയും അമ്മയും വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ത്രീകളൊക്കെ ആയിട്ട് പോകാറുണ്ട് അത്ര. പിന്നെ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ കുറിക്കലില്ലാതെ എന്ത് രസമല്ലേ. അങ്ങനെ ഞങ്ങളും വാങ്ങി 2 പോപ്കോൺ. അങ്ങനെ പോപ്കോണും വാങ്ങി സ്ലോ മോഷനിൽ ഞങ്ങൾ സിനിമ കാണാൻ കയറുകയാണേ. അങ്ങനെ ഡാർക്ക് മൂഡിൽ സീറ്റും കണ്ടെത്തി ഞങ്ങൾ ഇരുന്ന് കുറി തുടങ്ങി. അങ്ങനെ സിനിമയും സ്റ്റാർട്ടായി. ഇനി സിനിമ കണ്ടിട്ടൊക്കെ വരെ. അങ്ങനെ എല്ലാവർക്കും മൂവിയൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ മൂവീനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസൊക്കെ ചെയ്ത് ഞങ്ങൾ മെല്ലെ നടന്ന് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.